Hello students, how are you? In the previous class we discussed Joule's law, isn't it? അപ്പോൾ ജൂൾസ് ലോ എല്ലാവർക്കും മനസ്സിലായില്ലേ? ജൂൾസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ജൂൾസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ എ conductor is directly proportional to the product of square of the current, resistance of the conductor and the time of flow. അപ്പോൾ നമുക്ക് പിന്നെ എങ്ങനെ എഴുതാത്? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ എച്ച് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട്, പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറണ്ട്, resistance of the conductor and the time of flow, product of these three quantities. It means current when it is doubled, heat energy become 4 times. അപ്പോൾ ഹീറ്റ് എനർജി കറണ്ടിൻ്റെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ. അപ്പോൾ കറണ്ടിനാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത്. കറണ്ട് ഡബിൾ ആകുമ്പോൾ ഹീറ്റ് എനർജി 4 ടൈംസ് ആവും. കറണ്ട് 4 ടൈംസ് കൂടിയാലോ ഹീറ്റ് എനർജി 16 ടൈംസ് കൂടും. ഓക്കെ, പക്ഷേ റെസിസ്റ്റൻസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. റെസിസ്റ്റൻസ് ഡബിൾ ആയാൽ ഹീറ്റ് എനർജി ഡബിൾ ആവുന്നേ ഉള്ളൂ. റെസിസ്റ്റൻസ് ട്രിപ്പിൾ ആയാൽ ഹീറ്റ് എനർജി ട്രിപ്പിൾ ആവും. റെസിസ്റ്റൻസ് 4 ടൈംസ് ആയാൽ ഹീറ്റ് എനർജി 4 ടൈംസ് ആവും. പക്ഷേ കറണ്ട് അതല്ല, കറണ്ടിൻ്റെ സ്ക്വയറാണ്. കറണ്ട് ഡബിൾ ആയാൽ 4 ടൈംസ് ഹീറ്റ് എനർജി കൂടും. കറണ്ട് 10 ടൈംസ് കൂടിയാൽ ഹീറ്റ് എനർജി 100 ടൈംസ് കൂടും. I square 10 square is 100. ടൈമും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ടൈം ഡബിൾ ആയാൽ ഹീറ്റ് എനർജി ഡബിൾ ആവും. അപ്പോൾ കറണ്ട് ഡബിൾ ആകുമ്പോൾ ഹീറ്റ് എനർജി അതിൻ്റെ സ്ക്വയർ കണ്ട് കൂടും. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷനിലൊക്കെ സാധാരണ ചെയ്യുന്നത് കറണ്ട് പരമാവധി കുറച്ചിട്ട് വോൾട്ടേജ് ഹൈ ആക്കിയിട്ടാണ് കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക. ട്രാൻസ്മിഷൻ ലൈൻസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഒരുപാട് കറണ്ട് ഹീറ്റായിട്ട് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പവർ ലൈന് 220 kV ലൈൻ നമ്മൾ സാധാരണ കാണാറില്ലേ? 220 kV സബ്സ്റ്റേഷൻ, 220 kV ലൈൻ, റോഡ് സൈഡിലൂടെ ഒക്കെ പോകുന്ന ലൈൻസ് ഉണ്ടല്ലോ. അതിൽ ഏറ്റവും മേലത്തെ 3 ലൈന് 11 kV ലൈനാണ്. 11 kW 11 kV. പക്ഷെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് 230 വോൾട്ട് മാത്രമാണ്. ഓവർ ഹെഡ് ലൈൻ പോകുന്നത്, മെയിൻ ലൈന് പോകുന്നത് 11 kV ആണ്, 11,000 വോൾട്ടാണ്. എന്താ അങ്ങനെ ചെയ്തിരിക്കുന്നത്? വോൾട്ടേജ് കൂട്ടിയിട്ട് കറണ്ട് കുറക്കുകയാണ്. കറണ്ട് കുറക്കുന്നത് ഹീറ്റ് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതിരുന്നാൽ ഈ ട്രാൻസ്മിഷൻ ലൈനിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരുപാട് കറണ്ട് ഹീറ്റായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അപ്പോൾ അതിനുള്ളൊരു ടെക്നിക്കാണ് വോൾട്ടേജ് കൂട്ടിയിട്ട് കറണ്ട് കുറക്കുക. അത് നമുക്ക് സാധിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമർ വെച്ചിട്ടാണ്. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ വെച്ചിട്ട് നമുക്ക് വോൾട്ടേജ് കൂട്ടിയിട്ട് കറണ്ട് കുറക്കാൻ പറ്റും. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഇതാണ് ജൂൾസ് ലോ. ഇത് നമുക്ക് ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ H is equal to I square RT എന്ന് എഴുതാം. H is equal to I square RT. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 1 ആണ്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് I square RT എന്ന് എഴുതാം. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു കണ്ടക്ടറിൽ, ഒരു റെസിസ്റ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് 2 ഇക്വേഷൻ കൂടെ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമുക്ക് ഓംസ് ലോയുടെ ഒരു ഇക്വേഷൻ അറിയാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ എന്താണ്? ഓംസ് ലോ V is equal to I into R ആണ്. വോൾട്ടേജ് is equal to കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. V is equal to I into R. അപ്പോൾ ഇതിൽ കറണ്ട് ഈക്വൽ ടു എന്തായിരിക്കും? അപ്പോൾ ഈ ഇക്വേഷന് കറണ്ട് I is equal to എന്താണ്? I is equal to V by R. I is equal to V by R. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം, ഹീറ്റ് എനർജിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ആണെന്ന് കരുതാം. H is equal to, ഇൻസ്റ്റെഡ് ഓഫ് I square RTക്ക് പകരം ഞാൻ V by R കൊടുക്കുകയാണ്. ഐക്ക് പകരം V by R കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ഹോൾ സ്ക്വയർ കൊടുക്കുകയാണ്. I square ആയതുകൊണ്ട് ഹോൾ സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് V square by R square എന്ന് എഴുതാം നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു V square divided by R square. V by R the whole square can be written as V square by R square into R into T. അപ്പോൾ ഇതിലൊരു R ക്യാൻസൽ ആവും, ക്യാൻസലായി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ, ഹീറ്റ് എനർജിയുടെ ഇക്വേഷൻ എന്ത് കിട്ടി? H is equal V square by R. ഒരു R ഇതിലൂടെ ക്യാൻസൽ ആയിട്ടുണ്ട്. V square by R into T എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ, ഹീറ്റ് എനർജിക്കുള്ള രണ്ടാമത്തെ ഇക്വേഷൻ
ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ജൂൾസ് ലോയുടെ ഇക്വേഷൻ H is equal to I square RT, കറണ്ട് സ്ക്വയർ I square RT. ഇപ്പോൾ ഒരു ഇക്വേഷൻ കൂടെ കിട്ടി. അതാണ് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ H is equal to V square by R into T എന്ന് കിട്ടി. V square by R, വോൾട്ടേജ് സ്ക്വയർ, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഇൻറ്റു ടൈം. ഓക്കെ, ഇനി നമുക്കൊരു ഇക്വേഷൻ കൂടെ ഉണ്ടാക്കാം. അടുത്ത ഇക്വേഷന്, നെക്സ്റ്റ് ഇക്വേഷൻ, ഇവിടെ നമുക്ക് ആറുണ്ടല്ലോ, ആറിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഈ ആറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഓംസ് ലോ ഇക്വേഷന് ആർ ഈക്വൽ ടു എന്താണെന്ന് എഴുതാം. റെസിസ്റ്റൻസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് വരും. ഐ ഇങ്ങോട്ട് വന്നാൽ പിന്നെ വി ഡിവൈഡഡ് ബൈ ഐ ഈക്വൽ ടു ആർ എന്ന് വരും. ഐനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ വി ഡിവൈഡ് ബൈ ഐ ഈസ് ഈക്വൽ ടു ആർ, ഓർ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് എഴുതാം. ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. അപ്പോൾ ഈ ആറിൻ്റെ വാല്യൂ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാം, ജൂൾസ് ലോയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ്. അതിൽ ഐ സ്ക്വയർ ഇൻറ്റു, ഇൻസ്റ്റെഡ് ഓഫ് ആർ ഐ എം അപ്ലൈങ് വി ബൈ ഐ. ആറിന് പകരം ഞാൻ വി ബൈ ഐ കൊടുക്കുകയാണ്. വി ബൈ ഐ ഇൻറ്റു ടി. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ഒരു ഐ ക്യാൻസൽ ആവും. ഇതിൽ രണ്ട് ഐ ഉണ്ട്. ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഐ ഇൻറ്റു ഐ ആണ്. അതിലൊരു ഐ ക്യാൻസൽ ആയിട്ട് ബാക്കി ഐ വി ടി എന്ന് വരും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കൂടെ കിട്ടി. ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു ഐ വി ടി ഓർ വി ഐ ടി, ഐ ഇൻറ്റു വി ഇൻറ്റു ടി ഓർ വി ഇൻറ്റു ഐ ഇൻറ്റു ടി, കറണ്ട് ഇൻറ്റു വോൾട്ടേജ് ഇൻറ്റു ടൈം. അപ്പോൾ നമുക്ക് മൂന്ന് ഇക്വേഷനായി. മൂന്നാമത്തെ ഇക്വേഷൻ ഞാൻ എഴുതുകയാണ് വി ഐ ടി, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം. ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് എനർജി കിട്ടും. അപ്പോൾ നമുക്ക് മൂന്ന് ഇക്വേഷനായി ഹീറ്റ് എനർജി കാണാൻ. ഒന്ന് കറണ്ട് സ്ക്വയർ റെസിസ്റ്റൻസ് ഇൻറ്റു ടൈം, രണ്ടാമത്തത് വോൾട്ടേജ് സ്ക്വയർ ബൈ റെസിസ്റ്റൻസ് ഇൻറ്റു ടൈം. എല്ലാറ്റിൻ്റെയും പവർ 1 ആണ് ഇവിടെ. ഓക്കെ, സ്ക്വയറില്ല ഒന്നിനും, എല്ലാം കൂടെ വി ഇൻറ്റു ഐ ഇൻറ്റു ടി. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, വോൾട്ടേജും കറണ്ടും ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഹീറ്റ് എനർജി കിട്ടും. ഈ മൂന്ന് ഇക്വേഷൻ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന വാല്യൂസ് നോക്കിയിട്ട് ഏതാണ് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഇക്വേഷൻ അത് സെലക്ട് ചെയ്തിട്ട് വേണം ന്യൂമറിക്കൽ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ പഠിച്ച ജൂൾസ് ലോ വെച്ചിട്ട് എങ്ങനെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതെങ്ങനെയാണ് ഈസി ആയിട്ട് സോൾവ് ചെയ്യുക, ഏതാണ് ബെസ്റ്റ് ഇക്വേഷൻ എങ്ങനെ സെലക്ട് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ മിക്കവാറും കുട്ടികൾക്കുള്ളൊരു പ്രശ്നമാണ് ഈ ഫിസിക്സിൽ സയൻസിലൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ പ്രോബ്ലംസിനെ പേടിയാണ്. പേടിയുണ്ടാവാൻ കാരണം ആ ഇക്വേഷൻസ് ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എല്ലാ ഇക്വേഷൻസും ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ വേണ്ടത് ഓരോ ഇക്വേഷനെയും പല രീതിയിലും മനസ്സിലാക്കുക, അതിൻ്റെ ഓരോ ആംഗിളിൽ വെച്ചിട്ട് ഒരു ഇക്വേഷനെ മനസ്സിലാക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ പിന്നെ H is equal to I square RT. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഹീറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കറണ്ട് അറിഞ്ഞിരിക്കണം, റെസിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം, ടൈം അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ തന്നിരിക്കുന്നൊരു പ്രോബ്ലത്തിൽ വോൾട്ടേജ് ആണ് തന്നത്, വോൾട്ടേജും കറണ്ടാണ് തന്നതെങ്കിൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടാണ് തന്നതെങ്കിൽ VIT യൂസ് ചെയ്യണം. ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് പ്രോബ്ലംസ് വായിക്കുമ്പം, ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പം ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓരോ ഗിവൺ വാല്യൂസും നമ്മൾ എഴുതുക. അപ്പോൾ ഗിവൺ വാല്യൂസ് എഴുതുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, എല്ലാ ഇക്വേഷൻസും അറിഞ്ഞിരിക്കണം. എന്നിട്ട് പ്രോബ്ലംസ് വായിക്കുമ്പോൾ അതിൽ തന്നിരിക്കുന്ന ഗിവൺ ക്വാണ്ടിറ്റീസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ആ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ വാല്യൂസ് നമ്മൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ നമുക്കൊരു ഐഡിയ വരും ഏതൊക്കെയാണ് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ്, അതിലേതാണ് കണ്ടുപിടിക്കാനുള്ളത്, അപ്പോൾ ഏത് ഇക്വേഷനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 1-2 എക്സാമ്പിൾ അങ്ങനെ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിനുശേഷം എല്ലാവരും സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ പേടി മാറിക്കിട്ടും, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോഴുള്ള ആ ഭയം ഒഴിവാക്കി കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്യാം. ലെറ്റ് us calculate the heat developed when 3 ampere current flows through an electric iron box designed to work under 230 volt. Which equation will help us to solve the problem easily? നമ്മൾ ഇന്ന് ഈ പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റിൽ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്
ഈ പ്രോബ്ലം ഇങ്ങനെ വായിക്കുമ്പം ലെറ്റസ് കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് വെൻ 3 ആംപിയർ കറണ്ട്. 3 ആംപിയർ കറണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കറണ്ടാണ്. കറണ്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ ഐ ആണ്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം, ഐ ഈസ് ഈക്വൽ ടു 3 ആംപിയർ എന്ന് എഴുതാം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം നിന്നിരിക്കുന്ന വാല്യൂ. പിന്നെ പറയുന്നത് 3 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഇലക്ട്രിക് അയൺ ബോക്സ് ഡിസൈൻ ടു വർക്ക് അണ്ടർ 230 വോൾട്ട്. 230 വോൾട്ട്, വോൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാതാണ് ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്നുള്ളത്. അതായത് നമ്മൾ വി കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഈ അയൺ ബോക്സ് വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? വി ഇസ് ഈക്വൽ ടു 230 വോൾട്ട്. വി ഇസ് ഈക്വൽ ടു 230 വോൾട്ട്. വിച്ച് ഇക്വേഷൻ വിൽ ഹെൽപ്പ് us ടു സോൾവ് ദിസ് പ്രോബ്ലം ഈസിലി സോൾവ് ദ പ്രോബ്ലം. പക്ഷേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈമും കൂടെ വേണം. ടൈം ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ടൈം ഞാൻ എടുക്കുകയാണ് ഇവിടെ 5 മിനിറ്റ്സ്. ടൈം ഈസ് ഈക്വൽ ടു 5 മിനിറ്റ്സ്. അപ്പോൾ 5 മിനിറ്റ്സ് ടൈമിൽ എത്ര ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ഉണ്ട് നമ്മൾ കാണും. കാരണം ടൈം ഇല്ലാതെ നമുക്ക് പിന്നെ ഹീറ്റ് എനർജി കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടൈമും കൂടെ എഴുതാം. ടൈം ടി ഈസ് ഈക്വൽ ടു 5 മിനിറ്റ്സ് ആണ് തന്നത്. പക്ഷേ മിനിറ്റ്സ് നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ടൈമിനെ എന്ത് ചെയ്യുക? 5 മിനിറ്റ്സിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ അതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് 5 × 60 സെക്കൻഡ്സ് ആയിരിക്കും. ഓർമ്മിക്കുക, എപ്പോഴും ടൈം സെക്കൻഡിലായിരിക്കണം. സെയിം യൂണിറ്റ് SI സിസ്റ്റം SI യൂണിറ്റിലായിരിക്കണം. മിനിറ്റിന് എപ്പോഴും നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റണം. സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മിനിറ്റിന് നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടൈം എത്ര കിട്ടി? 5 × 6 30. പിന്നെ ഒരു 0 കൂടെ ഉണ്ട്. ഓക്കെ, 5 × 6 30, 1 0 more. സോ 300 സെക്കൻഡ്സ് ആണ് ടോട്ടൽ ടൈം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗിവൺ വാല്യൂസ് എഴുതി കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. കറണ്ട് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, VIT. അപ്പോൾ ഈ ഇക്വേഷനിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഈ തേർഡ് ഇക്വേഷൻ ആണ് അല്ലേ, VIT. അപ്പോൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. H ഈസ് ഈക്വൽ ടു ഹീറ്റ് എനർജി ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു VIT. V വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം. ഇനി അടുത്ത സ്റ്റെപ്പിൽ ആ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇവിടെ തന്നിരിക്കുന്നത് 230 ആണ്. 230 വോൾട്ടാണ്. 230 ഇൻറ്റു കറണ്ട് 3 ആംപിയർ ആണ്. ഇൻറ്റു 3 ഇൻറ്റു ടൈം നമുക്ക് സെക്കൻഡിലാണ് വേണ്ടത്. ടോട്ടൽ 300 സെക്കൻഡ്സ് ആണ്. 300 സെക്കൻഡ്സ് വന്നു. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 3 9 വരും, 900. അപ്പോൾ 230 വോൾട്ട് ഇൻറ്റു 900. 3 × 3 9, 2 0, 900 വന്നു. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 9s are 27. അപ്പോൾ 7 കൊടുത്തു, 2 ബാക്കിയുണ്ട്. 2 9s are 18. 18 + 2, 18 + 2 20. പിന്നെ നമുക്കിവിടെ 2 0 ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ 2 0 ഉണ്ട്, ഇതിലൊരു 0 ഉണ്ട്. അപ്പോൾ 3 0 വരും. അപ്പോൾ 3 0 വരും. 0 0 0. അപ്പോൾ ഇത്രയും ജൂളാണ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, 2,07,000 ജൂളാണ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ 207 കിലോ ജൂൾ എന്ന് എഴുതാം. KJ, കിലോ ജൂൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്. അപ്പോൾ നമുക്ക് ഹീറ്റ് എനർജി ഡെവലപ്ഡ് H ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം 207 കിലോ ജൂൾ എന്ന് എഴുതാം. 207 കിലോ ജൂൾ. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇക്വേഷൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പം, പ്രോബ്ലം വായിക്കുമ്പം അതിൽ തന്നിരിക്കുന്ന ഓരോ ക്വാണ്ടിറ്റിയും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നോട്ട്ബുക്കിലേക്ക് എഴുതാൻ അറിയണം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്കറിയാം തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ഏത് ഇക്വേഷനാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് ആ ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ വാല്യൂസ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇത് പേജ് നമ്പർ 13 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 ആണ്. ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഓഫ് 2 ഇലക്ട്രിക് ഹീറ്റേഴ്സ് ആർ ഗിവൺ ബിലോ. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് ദേ ആർ മെയ്ഡ് ടു വർക്ക് ഫോർ 5 minutes ഈച്ച്.
if they are made to work for 5 minutes each. ഇപ്പോൾ ഇവിടെ നോക്കാം, രണ്ട് ഹീറ്ററുകളുണ്ട് ഇവിടെ. ഒരു ഹീറ്റർ എ, മറ്റേത് ബി ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഹീറ്റർ എ വർക്ക് ചെയ്യുന്നത് 230 വോൾട്ടിലാണ്. വർക്കിംഗ് വോൾട്ടേജ് 230 വോൾട്ട്. ഹീറ്റർ ബിയും വർക്ക് ചെയ്യുന്നത് 230 വോൾട്ട് തന്നെയാണ്, സെയിം വോൾട്ടേജിലാണ്. റെസിസ്റ്റൻസ് എയുടേത് 1150 ഓം ആണ്. ഓക്കെ, 1150 ഓം ആണ്. റെസിസ്റ്റൻസ് ബിയുടേത് 460 ഓമേ ഉള്ളൂ, 160 ഓം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ റെസിസ്റ്റൻസേ ഉള്ളൂ. ഇതിന് വെരി ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്. വർക്കിംഗ് ടൈം 5 മിനിറ്റ്സ് ആണ്. ഇവിടെയും വർക്കിംഗ് ടൈം 5 മിനിറ്റ്സ് ആണ്. ഇവിടെ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ, ഹീറ്റർ എയും ബിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വർക്കിംഗ് വോൾട്ടേജ് രണ്ടിനും സെയിം ആണ്, ടൈമും സെയിം ആണ്. വ്യത്യാസമുള്ളത് അതിൻ്റെ റെസിസ്റ്റൻസിൽ മാത്രമാണ്, കോയിലിൻ്റെ റെസിസ്റ്റൻസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് കാൽക്കുലേറ്റ് ചെയ്യാണ്. H=V²/R×T. നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ടല്ലോ, I²RT, V²/R×T, VIT. അതിൽ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് വെച്ച് നോക്കുമ്പോൾ വോൾട്ടേജ് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും ടൈമുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ V²/R×T ആണ് ബെസ്റ്റ്. ടൈം 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ. 5 മിനിറ്റ്സ് 5 × 60 300 സെക്കൻഡ്സ് ആണ്. അപ്പോൾ അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് സ്ക്വയർ, ദാറ്റ് ഈസ് 230 വോൾട്ടേജിൻ്റെ സ്ക്വയറും, ടൈം 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് 300 സെക്കൻഡ്സും, അതിൻ്റെ റെസിസ്റ്റൻസ് V²/R, റെസിസ്റ്റൻസ് വാല്യൂ 1150, റെസിസ്റ്റൻസ് വാല്യൂ 1150. അത് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് 13,800 ജൂളാണ്. ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 13,800 ജൂളാണ്. ഇനി രണ്ടാമത്തെ ഹീറ്റർ നോക്കാം, ഹീറ്റർ ബി. അവിടെയും വോൾട്ടേജ് സെയിം ആണ്, ടൈം സെയിം ആണ്. 5 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 300 സെക്കൻഡ്സ്. റെസിസ്റ്റൻസ് വളരെ ചെറുതാണ്, 460 ഓമേ ഉള്ളൂ. ഇവിടെ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം, കാരണം വോൾട്ടേജും റെസിസ്റ്റൻസും ടൈമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ H=V²/R×T അപ്ലൈ ചെയ്തു. ഓക്കെ, V²/R×T അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് സ്ക്വയർ 230 സ്ക്വയർ, ടൈം സെയിം 300 സെക്കൻഡ്, 5 മിനിറ്റ്സ് = 300 സെക്കൻഡ്, ആൻഡ് റെസിസ്റ്റൻസ് 460 വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ ഹീറ്റ് എനർജി എത്രയാണ്? അപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഹീറ്റ് എനർജി എത്രയാണ്? 34,500 ജൂൾ. ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആകെ 13,800 ജൂളാണ്. ഇവിടെ 34,500 ജൂളാണ്. 13,800 ജൂള്, 34,500 ജൂൾ. സീ ദ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാവുന്നത്? റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞിരിക്കുമ്പോൾ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഹൈ ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞിരിക്കുമ്പോൾ ഹൈ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്തിരിക്കാം. റെസിസ്റ്റൻസ് കൂടിയ ഹീറ്ററിന് കുറഞ്ഞ ഹീറ്റ് എനർജി വന്നിട്ടുള്ളൂ. റെസിസ്റ്റൻസ് കുറഞ്ഞതിനാണ് കൂടുതൽ ഹീറ്റ് എനർജി വന്നത്. എന്താ അതിന് കാരണം? റെസിസ്റ്റൻസ് കുറഞ്ഞ ഹീറ്ററിലാണ് കൂടുതൽ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്തത്, 34,500. റെസിസ്റ്റൻസ് കൂടിയ 1150 ഓം ഉള്ളതിന് ഹീറ്റ് എനർജി കുറവാണ്. ഓക്കെ, 13,800. നമുക്ക് ഹീറ്റ് എനർജി കാണാനുള്ള ഇക്വേഷൻ H=I²RT അല്ലേ? I²RT ഇതാണല്ലോ ഫസ്റ്റ് ഇക്വേഷൻ. ജൂൾസ് ലോ ഇക്വേഷനിൽ I²RT ആണ് ഹീറ്റ് എനർജി കാണാനുള്ള ഇക്വേഷൻ അക്കോർഡിംഗ് ടു ജൂൾസ് ലോ. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം കറണ്ടിന് സ്ക്വയറായിട്ടാണ് ഇത് പ്രൊപ്പോർഷൻ ആയിരിക്കുന്നത്. കറണ്ടിൻ്റെ സ്ക്വയറുമായിട്ടാണ് ഹീറ്റ് എനർജി ബന്ധപ്പെട്ട് കിടക്കുന്നത്. കറണ്ട് ഡബിൾ ആകുമ്പോൾ ഹീറ്റ് എനർജി അതിൻ്റെ സ്ക്വയർ കൊണ്ട് കൂടും. കറണ്ട് ഡബിൾ ആകുമ്പോൾ ഹീറ്റ് എനർജി 4 ടൈംസ് ആവും. കറണ്ട് 4 ടൈംസ് ആയാൽ ഹീറ്റ് എനർജി 16 ടൈംസ് കൂടും. അപ്പോൾ ഈ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു സർക്യൂട്ടിൽ നമുക്ക് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ഓംസുകളുടെ ഇക്വേഷൻ I=V/R ആണ്. കറണ്ട് = വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഡിനോമിനേറ്റർ ആണ്. റെസിസ്റ്റൻസ് കുറയുമ്പം കറണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസിനേക്കാളും കൂടുതൽ ഇഫക്റ്റ് കറണ്ടിനാണ്, സ്ക്വയർ ഇഫക്റ്റ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞ ഡിവൈസ് ഹൈ കറണ്ട്, റെസിസ്റ്റൻസ് കുറഞ്ഞ ഡിവൈസിലൂടെ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം I²RT ഹീറ്റ് എനർജി ഡെവലപ്ഡും കൂടുതലായിരിക്കും. അതാണ് ഇവിടുത്തെ മെയിൻ കോൺസെപ്റ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പവറിൻ്റെ, ഈ രണ്ട് ഡിവൈസിൻ്റെ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പവർ കാണാനുള്ള ഇക്വേഷൻ P=V²/R ആണ്. V²/R. പവർ കാണാനും 3 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് പവർ P=V × I ആണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്.
ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻസും കൂടെ ഉണ്ടാക്കാം. പവർ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. പിന്നെ ഒരു ഇക്വേഷൻ പവർ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ്. കറണ്ട് സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അങ്ങനെ 3 ഇക്വേഷൻ. ഇതിൽ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. ഈ സെക്കൻഡ് ഇക്വേഷൻ എടുത്താൽ പവർ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഡിവൈസും കൂടെ കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടും വർക്ക് ചെയ്യുന്നത് സെയിം വോൾട്ടേജിലാണ്, 230 വോൾട്ട്. ഇതും 230 വോൾട്ടിലാണ്. പക്ഷേ റെസിസ്റ്റൻസ് ഇതിന് ഹൈ റെസിസ്റ്റൻസ് ആണ്, 1150 ആണ്. ഇത് 460 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റിൽ നമ്മൾ ഹീറ്റർ എയുടെ പവർ കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഞാൻ പി എ എന്ന് കൊടുക്കാം. പവർ ഓഫ് ദ ഹീറ്റർ എ, പി എ. ഓക്കെ, എയുടെ പവർ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ ആറ്. വി രണ്ടിനും 230 ആണ്. രണ്ടും വർക്ക് ചെയ്യുന്നത് 230 വോൾട്ടിലാണ്. അപ്പോൾ 230 സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് വരുന്നത് 1150 ആണ്. 1150 ഓം ആണ്. 1150 ഓം ആണ്. അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 230 സ്ക്വയർ ഡിവൈഡ് ബൈ 1150 എന്ന് പറയുമ്പോൾ 46 വാട്ട്സ് കിട്ടും നമുക്ക്. ഇതിൻ്റെ പവർ, ഈ ഡിവൈസിൻ്റെ പവർ 46 വാട്ട്സ് ആണ്. ഡബ്ല്യു. ഓക്കെ, 46 വാട്ട്സ് ആണ്. ഇനി നമ്മൾ ബിയുടെ പവർ കാണാം. ഹീറ്റർ ബിയുടെ പവർ എത്രയാണെന്ന് നോക്കാം. സെയിം ഇക്വേഷനെ യൂസ് ചെയ്യാം. പവർ ബിയുടെ പവറാണ് പി ബി എന്ന് എടുക്കുക. ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. വി രണ്ടും സെയിം വോൾട്ടേജിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, 230 വോൾട്ടിലാണ്. ഇപ്പോൾ 230 സ്ക്വയർ കൊടുത്തു ഡിവൈഡഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് 460. ബിയുടെ റെസിസ്റ്റൻസ് 460 ഓം മാത്രമേ ഉള്ളൂ. അപ്പോൾ 460 ഓം. അപ്പോൾ അതെത്ര വരും? 230 സ്ക്വയർ ബൈ 460 എന്ന് പറയുമ്പോൾ 115 വാട്ട്സ് ആണ്. 115 ഡബ്ല്യു ആണ് അതിൻ്റെ പവർ, പി ബി. ഓക്കെ, പി എ നമുക്ക് കിട്ടിയിരിക്കുന്നത് 46 വാട്ട്സേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കാര്യമായൊരു ഐഡിയ ഉണ്ട്, കാര്യമായൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണത്? ഹൈ പവർ ഡിവൈസ്. ഇതിൽ രണ്ടിൻ്റെയും പവർ കമ്പയർ ചെയ്താൽ ബി ആണ് ഹൈ പവർ ഡിവൈസ്. അതിൻ്റെ വാട്ട്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 115 ആണ്, 115 വാട്ട്സ് ആണ്. എയുടെ പവർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 46 വാട്ട്സ് ആണ്. ഇതിൻ്റെ പവർ കിട്ടിയിരിക്കുന്നത് 46 വാട്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് നോക്കാം. ഇവിടെ ഇതിൻ്റെ റെസിസ്റ്റൻസ് 1000. 46 വാട്ട്സിന് റെസിസ്റ്റൻസ് 1150 ഓം ആണ്, 50 ഓം ആണ്. ഹൈ പവർ ഡിവൈസ് ഒക്കെ 115 വാട്ട്സ് ഉള്ള ഡിവൈസിന് റെസിസ്റ്റൻസ് 460 ഉള്ളൂ. ഓർത്തിരിക്കാം, എപ്പോഴും ഹൈ പവർ ഡിവൈസിന് ലോ റെസിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. എല്ലാ ഡിവൈസിനും ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു ഡിവൈസും നമുക്ക് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു ഡിവൈസ് സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ അതിനാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുക. ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു കറണ്ട് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ബൈ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, വി എപ്പോഴും 230 വോൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ 220 വോൾട്ട് ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. റെസിസ്റ്റൻസ് അങ്ങനെ 0 ആയാലോ, രണ്ട് വയർ നേരിട്ട് ടച്ച് ആകുമ്പോൾ റെസിസ്റ്റൻസ് 0 ആണ്. റെസിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻഫിനിറ്റി ആവും. കറണ്ട് ഇൻഫിനിറ്റി ആയാൽ ഹീറ്റ് എനർജി I സ്ക്വയർ RT ആണ്. അപ്പോഴാണ് മൊത്തം ബിൽഡിംഗ് ഒക്കെ കത്താൻ തുടങ്ങുന്നത്. അപ്പോൾ എപ്പോഴും റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടും. ഓക്കെ, പിന്നെ ഒന്ന് ഓർത്തിരിക്കേണ്ടത്, ഹൈ പവർ ഡിവൈസിന് പവർ കൂടുതലാണെങ്കിൽ ആ ഡിവൈസിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. എല്ലാ ഡിവൈസിനും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു ഡിവൈസും ഇല്ല. റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു ഡിവൈസ് നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്താൽ സർക്യൂട്ട് മൊത്തം കത്തും, ബേൺ ചെയ്യും. അതിനാണ് ഷോർട്ട് സർക്യൂട്ടിങ് അല്ലെങ്കിൽ ഓവർലോഡിംഗ് എന്ന് പറയും. അപ്പോൾ എല്ലാ ഡിവൈസിനും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എപ്പോഴും ഇവിടെ കാണാം. ഹൈ പവർ ഡിവൈസ് 115 വാട്ട്സിന് റെസിസ്റ്റൻസ് കുറവാണ്, 46 വാട്ട്സിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, 1150 ഓം ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, എപ്പോഴും ഹൈ പവർ ഡിവൈസിന് ലോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ലോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആകുമ്പോൾ അതിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അത് കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യും. അപ്പോൾ അതാണ് എപ്പോഴും നമ്മളിപ്പോൾ ഒരു റൂമിൽ ഒരു ബൾബ് ഉണ്ട്, ഒരു LED ബൾബ് 5 വാട്ട്സിൻ്റെതുണ്ട്, ഒരു 60 വാട്ട്സിൻ്റെ ഫാൻ ഉണ്ട്, ഒരു 2000 വാട്ട്സിൻ്റെ AC ഉണ്ട്. അപ്പോൾ എപ്പോഴും ACയിലാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഏറ്റവും കുറവ്. ഏറ്റവും ഹൈ പവർ ഡിവൈസിന് എപ്പോഴും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ ACയിലൂടെയാണ് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുക. AC വർക്ക് ചെയ്യുമ്പം കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് വരാൻ കാരണം ACയുടെ ഉള്ളിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ അതിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും.
അപ്പോൾ അത് കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യും. എപ്പോഴും ഹൈ പവർ ഡിവൈസിന് ലോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിരിക്കും, അത് കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യും. അപ്പോൾ ആ ഒരു ബേസിക് കോൺസെപ്റ്റാണ് ഈ ടേബിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബുള്ളറ്റ് മാർക്സ് നോക്കുക. വൈ ഡസ് ദ ഹീറ്റർ ഹാവിങ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റഡ് മോർ? അതിൻ്റെ ആൻസർ എന്താണ്? അപ്പോൾ അതിൻ്റെ ആൻസർ I is equal to V by R. ലോ റെസിസ്റ്റൻസ് ആകുമ്പം കറണ്ട് കൂടുതലായിരിക്കും. കറണ്ട് കൂടുമ്പം H is equal to I square RT. കൂടുതൽ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യും. കറണ്ടിൻ്റെ സ്ക്വയർ വെച്ചിട്ട് ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ വിച്ച് വേ ഡസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ദ ഹീറ്റ് ഡെവലപ്ഡ്? അത് ഇത് തന്നെയാണ്. റെസിസ്റ്റൻസ് ചേഞ്ച് ആകുമ്പോൾ റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഹീറ്റ് എനർജി കൂടുകയാണ് ചെയ്യുന്നത്. സാധാരണ ഇക്വേഷൻ വെച്ചിട്ട് I square RT വെച്ചിട്ട് പെട്ടെന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പം ഹീറ്റ് എനർജി കൂടുമെന്ന് പറയും. തെറ്റാണത്. റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് എനർജി കുറയാണ് ചെയ്യുക. റെസിസ്റ്റൻസ് കുറഞ്ഞാലാണ് ഹീറ്റ് എനർജി കൂടുന്നത്. അതിന് കാരണം ഇവിടെ കറണ്ട് ഉള്ളതുകൊണ്ടാണ്. കറണ്ടിൻ്റെ ഇക്വേഷനിൽ അവിടെ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ H is equal to V square by R into T. ഹീറ്റ് എനർജി കാണാൻ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. H is equal to V square by R into T. രണ്ട് ഹീറ്ററിന് വോൾട്ടേജ് സെയിം ആണ്, പക്ഷേ റെസിസ്റ്റൻസ് ഏതിനാണോ കുറവ് അതിൽ ഹീറ്റ് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസും ഹീറ്റ് എനർജിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വോൾട്ടേജ് സെയിം ആണെങ്കിൽ. പൊട്ടൻഷ്യൽ അപ്ലൈഡ് സെയിം ആണെങ്കിൽ റെസിസ്റ്റൻസ് അതായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ആൻസർ, സെക്കൻഡ് ആൻസർ. ഇൻ വിച്ച് വേ ഡസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ദ ഹീറ്റ് ഡെവലപ്ഡ്? വെൻ റെസിസ്റ്റൻസ് ഡിക്രീസ് ഹീറ്റ് എനർജി ഡെവലപ്ഡ് വിൽ ഇൻക്രീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ഇൻ ദ ഹീറ്റർ A and B ആൻഡ് കമ്പയർ ദ ഹീറ്റ് ഡെവലപ്ഡ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കറണ്ട് ഡെവലപ്ഡ് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ഇൻ A and B. ദ കറണ്ട് ഇൻ A വി ക്യാൻ റൈറ്റ് IA. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? I is equal to V by R ആണ്. V by R ആണ്. അപ്പോൾ ഫസ്റ്റ് ഹീറ്ററിൽ രണ്ടിനും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്, 230 വോൾട്ട് ആണ്. ദ ഫസ്റ്റ് വണ്ണിൻ്റെ 1150 ആണ്. രണ്ടാമത്തേത് ദിസ് ഈസ് ഈക്വൽ ടു 0.2 ആംപിയർ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 0.2 ആംപിയർ ആണ്. രണ്ടാമത്തതിൻ്റെ കറണ്ട് IB, സെക്കൻഡ് ഹീറ്ററിലുള്ള കറണ്ട് IB ഈസ് ഈക്വൽ ടു ഇക്വേഷൻ V by R തന്നെ. അതിൽ വോൾട്ടേജ് സെയിം ആണ്, 230 വോൾട്ട് ആണ്. ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് രണ്ടാമത്തതിന് 460 ഓം മാത്രമേ ഉള്ളൂ. 460 ആണ്. 0 ക്യാൻസലായി. 23/46. 23/46 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആംപിയർ. 0.5 ആംപിയർ. അപ്പോൾ ഇവിടെ നോക്കുക, കറണ്ട് കൂടുതലുള്ളത് സെക്കൻഡ് ആണ്. റെസിസ്റ്റൻസ് കുറഞ്ഞതിനാണ് കറണ്ട് കൂടുതൽ. എപ്പോഴും റെസിസ്റ്റൻസ് കുറഞ്ഞതിലൂടെയാണ് കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ ഹീറ്റ് ആവും. കമ്പയർ ദ ഹീറ്റ് ഡെവലപ്ഡ്. അപ്പോൾ നമുക്കിവിടെ കാണാം കറണ്ട് റെസിസ്റ്റൻസ് കുറഞ്ഞതിന് കറണ്ട് കൂടുതലാണ്, I square RT. അപ്പോൾ ഹീറ്റ് ഡെവലപ്ഡ് അവിടെ 34,500 ആണ്. മറ്റതിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, അപ്പോൾ കറണ്ട് കുറവാണ്. കറണ്ട് 0.2 ആംപിയറേ വരുന്നുള്ളൂ. 0.2 ആംപിയർ വരുമ്പോൾ ഹീറ്റ് എനർജി ഡെവലപ്ഡ് കുറവാണ്, I square RT കുറവാണ്. 13,800 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ് ഇസ് എ മെയിൻ ഫാക്ടർ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു മെയിൻ കോൺസെപ്റ്റ്. ഹൈ പവർ ഡിവൈസിന് എപ്പോഴും ലോ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അത് കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യും. അപ്പോൾ ഹീറ്റിംഗ് ഡിവൈസ് ആണെങ്കിൽ അത് കൂടുതൽ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യും. ഹൗ ഡു ദ റെസിസ്റ്റൻസ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ ദ സർക്യൂട്ട്? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അഗെയിൻ നമ്മുടെ ഹോംസ് ലോ ഇക്വേഷൻ തന്നെയാണ്. I is equal to V by R ആണ്. I is equal to V by R. ഇത് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ കറണ്ട് I is equal to വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് ആണ്, V by R ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും, റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഹൈ പവർ ഡിവൈസിന് ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഡിവൈസാണ് കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ നാലാമത്തെ ആൻസർ, ഹൗ ഡു ദ റെസിസ്റ്റൻസ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ ദ സർക്യൂട്ട്? അതിൻ്റെ ആൻസർ എന്താണ്? റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടും. വെൻ റെസിസ്റ്റൻസ് ഡിക്രീസ് കറണ്ട് വിൽ ഇൻക്രീസ്. വെൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് കറണ്ട് വിൽ ഡിക്രീസ്. ഹൗ ഡു ദ റെസിസ്റ്റൻസ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ ദ സർക്യൂട്ട്? അപ്പോൾ അതിൻ്റെ ആൻസർ, വെൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് കറണ്ട് വിൽ ഡിക്രീസ്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.